എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സേഫ് ആയിട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നാളെ പെസഹ വ്യാഴാഴ്ചയാണ് അല്ലേ? അപ്പോൾ അത് പ്രമാണിച്ചിട്ട് കുറേ പേര് എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു പെസഹ അപ്പത്തിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് നാളെ വ്യാഴാഴ്ചയാണല്ലോ, ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പല റെസിപ്പീസും ഇന്റർനെറ്റിൽ ഉള്ള റെസിപ്പീസ് ഒക്കെ ഒരുപാട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ള റെസിപ്പി ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് 2 വർഷം മുൻപ് ഞാനൊരു പെസഹ അപ്പത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത് ഇരിഞ്ഞാലക്കുട, ലോക്കലായിട്ട് നമ്മൾ ഇരിഞ്ഞാലക്കുട ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പി ആയിരുന്നു. അത് കുറച്ച് വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ പോലും ഞാൻ പറയാണ്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ ഈ പെസഹാപ്പത്തിന്റെ കൂടെ സെർവ് ചെയ്യുന്ന പാലിന്റെ റെസിപ്പിയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ മിനിയാന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഏലാഞ്ചിയുടെ വീഡിയോ ഒരുപാട് പേര് കണ്ടു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഏലാഞ്ചി എന്നാണ് അതിനെ പറയുക, പക്ഷെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്ന ആ ഡിഷ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പേരുകൾ. അപ്പൊ ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേൾക്കാത്ത ഒരുപാട് പേരുകൾ അതിൽ കണ്ടു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള പെസഹ അപ്പം പാലും തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് പെസഹ അപ്പം തയ്യാറാക്കാം എന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിപ്പൊടിയാണ്. ഞാനിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അരി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പാലപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വളരെ നൈസായിട്ടുള്ള വറുത്തിട്ടുള്ള പൊടിയാണ്. അത് പൊടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാകും. ഓൾറെഡി വറുത്ത പൊടിയാണെങ്കിൽ പിന്നെ വറക്കണ്ട കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ബാറ്ററിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനം നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ഇടണ്ട. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിക്കോളും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അരിപ്പൊടിക്ക് പകരമായിട്ട് 1 ഗ്ലാസ് പച്ചരി ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കുക. അങ്ങനെ ചെയ്താലും മതി. അപ്പം എൻ്റെ അടുത്ത് അരിപ്പൊടി ഉള്ള കാരണം ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പം കണ്ടില്ലേ, നല്ല നൈസായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്ന് പരിപ്പ്. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലുള്ള ഉഴുന്നായാലും കുഴപ്പമില്ല, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നായാലും കുഴപ്പമില്ല, ഏതാണെങ്കിലും 1/4 ഗ്ലാസ് അളവ് കേട്ടോ. ഒരുപാട് ഉഴുന്ന് വേണ്ട. ഒരുപാട് ഉഴുന്നായി കഴിഞ്ഞാൽ ആ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. വളരെ കുറച്ച് ഉഴുന്നെടുത്താൽ മതിയാകും. അരിപ്പൊടിയല്ല, നിങ്ങൾ അരി വെച്ച് ചെയ്യുകയാണെങ്കിലും സെയിം അളവ് തന്നെ ഫോളോ ചെയ്താൽ മതിയാകും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ സോക്ക് ചെയ്യാം. രാത്രി ഉറങ്ങുന്നേക്കാളും മുൻപായിട്ട് വെള്ളത്തിലിട്ട് വെച്ചാലും നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും കുതിർക്കണം എന്ന് മാത്രം. ഇത് നമുക്ക് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇത് അരക്കാൻ എടുത്തിരിക്കുന്നത് സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമല്ല കേട്ടോ. നമ്മുടെ ഉഴുന്ന് നല്ല നൈസായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ അരിപ്പൊടിയുടെ കൂട്ടത്തിൽ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി സെയിം ജാറിൽ തന്നെ ഇട്ടാൽ മതി. അതിനുവേണ്ടി വാഷ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള 1 കപ്പ് തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ടേബിൾ സ്പൂണാണ് അളവ് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു 3 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള് ജീരകം, ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുക. ചിലവർ ഇതിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ വെളുത്തുള്ളി ചേർക്കുന്നില്ല. ഇവിടെ വെളുത്തുള്ളിയുടെ വാസന എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഒരുപാട് നൈസായി അരയ്ക്കേണ്ട, അതേസമയം കുറച്ച് അരയും വേണം, ആ ഒരു പരുവത്തിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ, ജീരകം, ഉള്ളിയുടെ കൂട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ
ഒരുപാട് അരഞ്ഞിട്ടുമില്ല, അതേസമയം കുറച്ച് അരഞ്ഞിട്ടുണ്ട്. ഞാനിതിൽ മൊത്തത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. ഞാൻ അത്ര ചേർക്കുന്നില്ല. ഇനി നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഇനി എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം നല്ല കറക്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി, ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, അതേസമയം ഒരുപാട് അങ്ങ് ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കണം. കുറച്ചും കൂടെ ആവാം. ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിരുന്ന ഉഴുന്നുണ്ടല്ലോ, ഞാൻ ഉഴുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 2-3 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷമാണ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു നല്ല ഫ്ലേവർ പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ ഒരുപാട് റെസിപ്പീസിൽ അവരിങ്ങനെ ചെയ്തിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഞാൻ 2 തരത്തിലും ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള വേർഷനാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു പോയിന്റ് പറയാൻ വിട്ടതാണേ. ഓക്കെ. ഇനി നമുക്ക് ഒരു 30 മിനിറ്റ് നേരം ഇതങ്ങ് അടച്ചു വെക്കാം. അതേസമയം ഒരുപാട് നേരം വെക്കേണ്ട. ഇത് പുളിപ്പിക്കാൻ പാടില്ല, ഫെർമെൻറ്റ് ചെയ്യാൻ പാടില്ലാത്ത അപ്പമാണത്. അതുകൊണ്ട് നമ്മൾ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പൊടി വെച്ച് ചെയ്യുമ്പോഴേ ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം അരി വെച്ച് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും, അത് ടെമ്പറേച്ചർ അനുസരിച്ച്, ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ 1 മണിക്കൂറൊക്കെ അടച്ചു വെച്ചാൽ മതിയാകും. അതല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊരിക്കലും പുളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതങ്ങ് സ്റ്റീം ചെയ്തെടുക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായിന് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി ചെമ്പ് ഉണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പ് എടുക്കാം, സ്റ്റീമർ എടുക്കാം. അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക, അതിൽ വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഒരു റിങ്, ഞാനിപ്പോൾ കുക്കി കട്ടറാണ് ഇട്ടിരിക്കുന്നത്, അതൊരു ഹൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരെ തന്നെ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുന്ന പാത്രം നേരെ താഴെ വെക്കാൻ പാടില്ല, അപ്പോൾ വെള്ളം കംപ്ലീറ്റ് അതിലോട്ട് കയറി വരും. അതുകൊണ്ടാണ് കുറച്ച് ഹൈറ്റുള്ള എന്തെങ്കിലും ഒന്ന് ഇവിടെ വെച്ചതിന് ശേഷം മാത്രം സ്റ്റീം ചെയ്യുന്ന പാത്രം വെക്കാൻ പാടുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇതിലൂടെ സ്റ്റീം വരട്ടെ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അതിൽ നമ്മൾ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുന്ന പ്ലേറ്റ് ഇല്ലേ, കുഴിയുള്ള പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ അടുത്ത് വലിയ കുഴിയുള്ള പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് പാത്രമാണോ അതിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് വലിയ നല്ല ഹൈറ്റിൽ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ മാവിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 2 അപ്പമാണ് ഞാൻ ഈ മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. വെളിച്ചെണ്ണ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ എന്തായാലും മതി, ഒന്ന് തടവി കൊടുക്കുക. കാരണം ഇത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വെളിച്ചെണ്ണയോ ബട്ടറോ തടവി കൊടുക്കാൻ പറയാൻ കാരണം. ഓക്കെ. കുറച്ച് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ. ഇനി ഇത് നമുക്ക് ഇതിൽ സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ സ്റ്റീം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അപ്പത്തിൽ മാത്രമാണ് നമ്മൾ കുരുത്തോല വെക്കുക, കുരിശ് പോലെ വെക്കുന്നത്. അപ്പോൾ എല്ലാ അപ്പത്തിലും നമ്മൾ സാധാരണ ചെയ്യില്ല. അന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു അപ്പത്തിലാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കുരുത്തോലയൊന്നും കിട്ടാനില്ല. അതായത് ഇവിടെ പള്ളിയില്ല, എല്ലാവരും ഇപ്പോൾ ക്വാറന്റൈനിലാണല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കുന്ന കാരണം ഞാൻ എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആരുടെ അടുത്ത് അവൈലബിൾ അല്ല. അതുകൊണ്ട് അതെനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു കാണാൻ നന്നായിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു കുരുത്തോല ക്രോസ് ആയിട്ട് വെച്ചാൽ മതി കേട്ടോ. സ്റ്റീം വരുന്നുണ്ട് കേട്ടോ. അപ്പത്തിൻ്റെ പാത്രം എനിക്ക് വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ കൈ സൂക്ഷിക്കുക, പൊള്ളാതിരിക്കാൻ സൂക്ഷിക്കുക. ഒരു ടവൽ വെച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ വെള്ളം വറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും നമുക്ക്. അപ്പോൾ ഇത് റെഡി ആവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഇതിനുള്ള പാല് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിനുള്ള പാല് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ശർക്കര എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 200 ഗ്രാം ശർക്കര എന്ന് പറഞ്ഞാൽ ഒരു 5 അച്ച് ശർക്കര വരും. അത് നമുക്ക് ഉരുക്കിയെടുക്കണം ആദ്യം തന്നെ. അതിന് വേണ്ടി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി ഉരുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായി ഉരുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നന്നായിട്ട് അരിച്ച് കൊണ്ടുവരാം. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിച്ചിട്ട് കൊണ്ടുവരാം. ഇതാ, അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഞാൻ ഉരുക്കിയത് അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റും കൂടെ കുക്കാവേണ്ടി വരും. അത് നമ്മൾ അരിപ്പൊടിക്ക് കുറച്ചും കൂടെ കുക്കിംഗ് ടൈം കൂടുതലാണ് കേട്ടോ. അതേസമയം നമ്മുടെ നോർമലായിട്ടുള്ള അരി വെച്ച് ചെയ്യുമ്പോൾ 20 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ കുക്കിംഗ് സമയം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസ് രണ്ടാം പാലും അതുപോലെ തന്നെ 1 ഗ്ലാസ്
ഒന്നാം പാൽ, അതായത് ഇത് നല്ല തിക്കായിട്ടുള്ള പാലാണ്, ഇത് കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ടുള്ള പാലാണ്. ഇത് രണ്ടും എടുത്തു വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 15 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ്. 15 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് എനിക്കിവിടെ കിട്ടുന്ന 1.5 ബോക്സ് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 15 ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറഞ്ഞത്. അത് ഡീഫ്രോസ്റ്റ് ചെയ്യുക. തണുപ്പാറിയതിന് ശേഷം മാത്രം നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനിയിലോട്ട് ഈ 2ാം പാലങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2ാം പാൽ ഒഴിക്കുന്നേക്കാൾ മുൻപായിട്ട് ഒരു കാര്യം ചെയ്യണം, ഇതിനൊരു കട്ടി വേണം. ഈ പാലിന് ഇച്ചിരി തിക്നെസ് വരുത്താൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടിയിലോട്ട് കുറച്ച് 2ാം പാൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്തിനാണെന്നറിയോ, ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ശർക്കരയുടെ മിക്സിലോട്ട് ഒഴിക്കണം. അപ്പോഴാണ് നമ്മുടെ പാലിന് കുറച്ച് തിക്നെസ് വരിക. ബാക്കിയുള്ള 2ാം പാല് ഈ ശർക്കര പാനിയിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടിന്യൂസ് ആയി ഇളക്കാൻ മറക്കരുത്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്കിതിലോട്ട് ഈ അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനൊരു അരിപ്പ എടുത്തിട്ട് വരട്ടെ. അരിപ്പയിൽ കൂടെ അരിപ്പൊടിയുടെ മിക്സ് അരിച്ചെടുത്തിട്ട് അതിലത്തെ കട്ടയെല്ലാം ഒഴിവാക്കി എടുത്ത് വെക്കാം. ഇതൊരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് കട്ടകൾ ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കട്ടയോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ അരിപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഏലക്കയുടെ പൊടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിക്നെസ് കുറച്ച് കുറവ് തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ അരിപ്പൊടി എടുത്തിട്ട് അത് ഞാൻ വെറുതെ വെള്ളത്തിൽ തന്നെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് തിക്നെസ് ഇല്ലെങ്കിൽ നമ്മുടെ പാല് കാണാൻ നന്നായിട്ടുണ്ടാവില്ല. അതേസമയം തിക്നെസ് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി നിങ്ങൾ ആദ്യം തന്നെ എടുത്തോളൂ കേട്ടോ. ഇത് മതിയാകും. നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ചെയ്തങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇനി അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിയാൻ തുടങ്ങും. പിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് മുഴുവനും വേസ്റ്റായിട്ട് മാറും. ഒരു നുള്ളു ഉപ്പിട്ട് കഴിഞ്ഞാലാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു നുള്ളു മാത്രം ഉപ്പ് ചേർക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയുണ്ട് കേട്ടോ. മാറ്റി വയ്ക്കാം. അപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കി ഈ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നത് കണ്ടോ. ഇതുപോലെ സൈഡിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുക്കായിട്ടുണ്ടെന്നാണ്. ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം വേറെ പ്ലേറ്റിലോട്ട് മാറ്റാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചൂടോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങ് പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതാ ഈ പെസഹ അപ്പം ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള പെസഹ അപ്പമാണ് കേട്ടോ. അതായത് കുറച്ച് തിക്കായിട്ടുള്ള മൊത്തത്തിലുള്ള മാവ് ഞാൻ ഒരുമിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് സമയം എടുത്തു നന്നായിട്ട് ഇത് കുക്കായി വരാൻ. നമുക്ക് ഹാഫായിട്ട് ഒഴിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം എടുക്കും മൊത്തത്തിൽ ഒരു വലിയ പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനുള്ള സമയം കേട്ടോ. അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത് സൈഡ് വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്തിട്ട് പുറത്തെടുത്ത് വയ്ക്കുക. നന്നായി തണുത്തതിന് ശേഷം മാത്രം വേറെ പാത്രത്തിലോട്ട് കമത്തി വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അരി വെച്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ എപ്പോഴും നന്നായി താഴെ തൂക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല എന്താ പറയുക, ശരിക്കും കിണ്ണത്തിൽ വെക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കിണ്ണത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വിട്ടുപോരും. ഞാൻ പറഞ്ഞ പോലെ ഓരോ ഇതനുസരിച്ചും സ്റ്റീമിങ്ങിൻ്റെ ടൈം വ്യത്യാസം വരും. അപ്പോൾ ഇതേ സെയിം റെസിപ്പി തന്നെ അരി വെച്ചിട്ട് ഫോളോ ചെയ്താൽ മതിയാവും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ പാല് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. 2-3 ദിവസമൊക്കെ കേടാവാതിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ കറക്റ്റ് അളവിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം കൂടുതലുണ്ടാവാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്